എന്റെ മണ്ഡലം എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ വികസന സാധ്യതകൾ വിലയിരുത്തി ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്. റോഡ് വികസനം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പൊതുഗതാഗതവും മാലിന്യ സംസ്കരണവും അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് നാം. ഈ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വോട്ട് ചെയ്യുന്ന ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഡയോസിസ് മെത്രാപ്പൊലിത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് നമുക്കൊപ്പം ചേരുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകളും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനായിട്ടാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. തിരുവേനി നമസ്കാരം. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അങ്ങ് ഈ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. ആ കാലഘട്ടം പരിശോധിച്ചാൽ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് പ്രധാനമായും ഞാൻ കാണുന്നത് ഇവിടുത്തെ റോഡ് സൗകര്യങ്ങൾ വളരെ മെച്ചമായിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലും ബോംബെയിലും ചെന്നൈയിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ വൃത്തിയായി കാർ ഓടിക്കുന്നതിനും വാഹനങ്ങൾ പോകുന്നതിനുമൊക്കെ വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? മേൽപ്പാലങ്ങളുടെ ആവശ്യകത വളരെ അധികം, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന വാഹനം മെട്രോ സിസ്റ്റം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഈ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാവുള്ളൂ. ഈ മാലിന്യ സംസ്കരണം പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതിലെന്തൊക്കെ മാറ്റം വരണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അതെ, പൊതുവേ നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം കുറേയേറെ വൃത്തിയുള്ള ഒരു നഗരം തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഈ ഉപഭോഗ സംസ്കാരത്തിൽ വന്ന മാറ്റം ഒരുപാട് മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു ആധുനിക പട്ടണത്തിൽ എന്ന പോലെ തന്നെ മാലിന്യ സംസ്കരണം ആധുനികമായ സമ്പ്രദായത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യം. ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരം എങ്ങനെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്? എനിക്കൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം ഇവിടെ പ്രധാനമായും 3 മത സംസ്കാരങ്ങളുണ്ട്. നാനാത്വത്തിൻ്റെ ഒരു വലിയ ഒരു സൗന്ദര്യമുണ്ട്. അത് തീർച്ചയായിട്ടും നിലനിർത്താൻ നമുക്ക് കഴിയുന്ന, അതിന് പോരുന്ന വ്യക്തികളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ള കെൽപ്പുണ്ടാവണം എന്നുള്ളതാണ്. പൊതുഗതാഗതം, മാലിന്യ സംസ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വേണം എന്നുള്ള കാര്യമാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം മെത്രാപ്പൊലിത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് പങ്കുവെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണിപ്പാലാഴിക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.